എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്സേ ബഡാ ഷോമാൻ എന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഇതൊരു ജീവനിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചുള്ള ജീവനിയാണ്? അതെ, ചാർലി ചാപ്ലിന്റെ ജീവനിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം എങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറി, സ്റ്റേജിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അതായത് ഒരു കലാകാരൻ ഉദയം ചെയ്യുന്നത് എങ്ങനെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുക. തീർച്ചയായിട്ടും നമുക്കൊക്കെ പ്രേരണയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വളരെ ദുരിതപൂർണമായ ജീവിത അവസ്ഥയിൽ നിന്നുമാണ് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് വളർന്നു വന്നത്. ആ ജീവിത കഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഷോർട്ട് ബയോഗ്രഫി വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കൂടെ കാണുക. അതിനുശേഷം ഈ പാഠഭാഗത്തിന്റെ ക്ലാസ് കണ്ടാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ക്ലാസ്സുകൾ കാണുന്ന ധാരാളം പേരുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ നമ്മുടെ ചാനൽ വളർത്താം. 250ഓളം സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടല്ലോ ക്ലാസ്സുകൾ കണ്ടിട്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ആരും കമന്റ് ബോക്സിലൊന്നും നെഗറ്റീവായിട്ട് ഒരു കമന്റ്സ് ഇതുവരെയായിട്ട് എഴുതിയിട്ടില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട്, അങ്ങനെ ആരും എഴുതുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായിട്ടും ഞാൻ അതിനെല്ലാം പരിഹാരം കാണുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കാണട്ടെ, അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ചാനല് നമുക്ക് ഒരുമിച്ച് വളർത്തിക്കൊണ്ടുവരാം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ശരി, നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോവാം. പാഠം പഠിച്ചു തുടങ്ങാം. നമുക്ക് ആദ്യം ചാർലി ചാപ്ലിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ജീവനി എഴുതിയിരിക്കുന്ന ഗീത് ചതുർവേദിയെ കുറിച്ചും നമുക്ക് ആദ്യം പഠിക്കാം. चार्ल्स स्पेंसर चाप्लिन का जन्म 16 अप्रैल 1889 को हुआ. മനസ്സിലാവുമല്ലോ. 1889 ഏപ്രിൽ 16-നാണ് ആര് ജനിച്ചത്? സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ ജനിക്കുന്നത്. ചാപ്ലിൻ വിശ്വക്കെ ബഡേ കലാകാരോമേ ഏക് ഹെ. ലോകത്തിലെ വലിയ കലാകാരന്മാരിൽ ഒരാളാണ് ചാപ്ലിൻ. एक हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. അദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രസിദ്ധനാണ്? ഹാസ്യ അഭിനേത, അതുപോലെ തന്നെ ഫിലിം നിർദ്ദേശക്, സിനിമാ ഡയറക്ടർ, സംഗീതജ്ഞൻ, സിനിമാ നിർമ്മാതാവ് എന്ന നിലകളിലൊക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അതായത് അമേരിക്കൻ സിനിമയുടെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗം എന്നറിയപ്പെടുന്ന അമേരിക്കൻ സിനിമയുടെ പ്രാരംഭഘട്ടം മുതൽ അതേപോലെ തന്നെ അതിന്റെ മധ്യ കാലഘട്ടം വരെ, പ്രാരംഭ കാലഘട്ടം മുതൽ മധ്യ കാലഘട്ടം വരെ ആരുടെ സ്വാധീനം ഉണ്ടായിരുന്നു? അതെ, ചാർലി ചാപ്ലിൻ എന്ന കലാകാരന്റെ സ്വാധീനം ഹോളിവുഡ് സിനിമയിൽ ഉണ്ടായിരുന്നു. ഏക് ശിശു കലാകാർ സേ ലേക്കർ, ഒരു ശിശു കലാകാരനിൽ തുടങ്ങി 88 വർഷ की आयु तक वे इस क्षेत्र में सक्रिय थे. എത്ര വയസ്സ് വരെയാണ്? 88 വയസ്സ് വരെ. ഒരു ശിശു കലാകാരനിൽ തുടങ്ങി 88 വയസ്സ് വരെ അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തന നിരതനായിരുന്നു, സക്രിയായിരുന്നു. അതായത് ഏകദേശം 75 വർഷത്തോളം അഭിനയ അല്ലെങ്കിൽ കലാമേഖലയിൽ പ്രവർത്തിച്ച ആളാണ് ചാർലി ചാപ്ലിൻ. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. അദ്ദേഹം മരണപ്പെട്ടത് 1977 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉൻകി മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. ലോകത്തുള്ളവർ മുഴുവൻ അധ്യയൻ ഓർ മനോരഞ്ജൻ കെ ലിയെ, എന്തിനൊക്കെയാണ്? പഠനത്തിനും എന്റർടൈൻമെന്റിനും വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമകള്, അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില വർക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മോഡേൺ ടൈംസ്, ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, ദ സർക്കസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട സിനിമകളാണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
നമുക്ക് അടുത്തത് ഗീത് ചതുർവേദിയെ കുറിച്ച് നോക്കാം. ഗീത് ചതുർവേദി കാ ജന്മ 27 നവംബർ 1977 को मुंबई में हुआ था. ബോംബെയിലാണ് അദ്ദേഹം ജനിച്ചത്. 1977 നവംബർ 27. ആപ് കവി ഹേ ജീവനി കാർഫി. അദ്ദേഹം എന്തൊക്കെയാണ്? കവിയുമാണ്, ജീവനി അല്ലെങ്കിൽ ബയോഗ്രഫി എഴുതുന്ന ആളുമാണ്. अब आप दैनिक ഭാസ്കർ നോയിഡാക്കെ സമ്പാദകീയ വിഭാഗമേ കാര്യരത്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നോയിഡയിൽ നിന്നുള്ള ദൈനിക് ഭാസ്കറിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ ഗീത് ചതുർവേദിയാണ് ചാർലി ചാപ്ലിന്റെ ഈ ജീവനി അല്ലെങ്കിൽ ഈ ഒരു ബയോഗ്രഫി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, നമുക്കിനി നേരെ പാഠഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സെ ബഡേ ഷോമാൻ, ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം. ഓക്കെ, നോക്കൂ. ഗാത്തെ ഗാത്തെ അചാനക് മാം കി ആവാസ് ഫഡ്കർ ഫുസ്ഫുസാഹട്ട് में तब्दील हो गई. ഗാത്തെ ഗാത്തെ മാം കി ആവാസ് ഫഡ്കർ ഫുസ്ഫുസാഹട്ട് में तब्दील हो गई. പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം പെട്ടെന്ന് ഇടറി ഫുസ്ഫുസാഹട്ട് में പിറുപിറുക്കലായിട്ട് തബ്ദീൽ ഹോ ഗയി, മാറി. കിസ്കി മാം? അതെ, ചാർലി ചാപ്ലിന്റെ അമ്മയാണ്. അവരുടെ പേര് ഹെന്ന ചാപ്ലിൻ എന്നാണ്. അവര് പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജിലാണ്, ലണ്ടനിലുള്ള ഒരു സ്റ്റേജിലാണ്, അൾഡർ ഷോട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഇടറുകയും അതൊരു പിറുപിറുക്കലായിട്ട് മാറുകയും ചെയ്തു. മനസ്സിലായോ? ഗാത്തെ ഗാത്തെ മാം കി ആവാസ് പടുക്കർ ഫുസ്ഫുസാഹട്ട് में तब्दील हो गई. ലോഗോं को लगा, ആളുകൾക്ക് തോന്നി कि माइक में कुछ खराबी आ गई है. എന്താണ് ആളുകൾക്ക് തോന്നിയത്? കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് തോന്നി മൈക്ക് में कुछ खराबी आ गई है. എവിടെയാണ് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്? ഖരാബി, പ്രശ്നം. എവിടെയാണ് പ്രശ്നം? മൈക്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ശബ്ദം ഇടറിയതെന്ന് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് തോന്നി. ഫുസ്ഫുസാഹട്ട് ജാരി ഥി, പക്ഷെ ആ പിറുപിറുക്കൽ തുടർന്നു, ആ ഇടറിയ ശബ്ദം തുടർന്നു. ലോഗ് ചില്ലാനേ ലഗെ, ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അലറി വിളിക്കാൻ തുടങ്ങി. കഹീ സേ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനേ ലഗെ, എവിടെ നിന്നോ ആളുകൾ മ്യാവു മ്യാവു എന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഇടറിയ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട് ആളുകൾ മ്യാവു മ്യാവു എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ട് ചാർലി ചാപ്ലിന്റെ അമ്മ ഹെന്ന ചാപ്ലിൻ അൾഡർ ഷോട്ടിലുള്ള ഈ ഒരു സ്റ്റേജിൽ വെച്ച് അവരുടെ ശബ്ദം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ശബ്ദം നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഒരു പിറുപിറുക്കലായിട്ട് മാത്രം മാറി. കാഴ്ചക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂകി വിളിക്കാൻ തുടങ്ങി. ഈ അഭദ്ര ഷോർ സ്റ്റേജ് സെ ഹടിനെ കോ മജ്ബൂർ കർ ദിയ. ഈ നിലയ്ക്കാത്ത ശബ്ദം, അഭദ്ര ഷോർ, നിലയ്ക്കാത്ത ശബ്ദം സ്റ്റേജിൽ നിന്ന് പിന്മാറാൻ അമ്മയെ പ്രേരിപ്പിച്ചു. മാംകോ മജ്ബൂർ കർ ദിയ, പ്രേരിപ്പിച്ചു. ചാർലി കോ വഹ് അക്സർ അപ്പനെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി. ഇവിടെ നോക്കണം, ചാർലിയെ അവരെപ്പോഴും തനിക്കൊപ്പം തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഈ പെർഫോമൻസ് നടക്കുന്ന അൾഡർ ഷോട്ട് എന്ന് പറയുന്ന തിയേറ്ററിലേക്ക് അവർ തന്റെ ഇളയ മകനായിട്ടുള്ള ചാർലിയെയും കൂടെ കൊണ്ടുപോകും. ഉസ് ദിൻ ഭി പർദേ കെ പീछे ഖടാ വഹ് ആവാസ് കെ തമാശേ കോ ദേഖ് രഹാ ഥാ. ആ ദിവസവും കർട്ടന്റെ പിറകിൽ നിന്ന് അവൻ ക്യാ ദേഖ് രഹാ ഥാ? ചാർലി ക്യാ ദേഖ് രഹാ ഥാ? ഉസ് ദിൻ ഭി പർദേ കെ പീछे ഖടാ ഹോക്കർ, കർട്ടന്റെ പിറകിൽ നിന്ന് അവൻ ആവാസ് കെ തമാശേക്കോ, ശബ്ദത്തിന്റെ ഈ തമാശ കാണുകയായിരുന്നു. അമ്മയുടെ ശബ്ദം ഇടറിയതും പാടാൻ കഴിയാതെ ആയതും അവർക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടി വന്നതുമെല്ലാം അവൻ കർട്ടന്റെ പിറകിൽ പർദേ കെ പീछे ഖടാ ഹോക്കർ വഹ് ദേഖ് രഹാ ഥാ. മാം ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാ ഗയ. അമ്മയും മാനേജറും തമ്മിൽ ബഹസ്, തർക്കം നടക്കുന്നത് കണ്ടപ്പോ അവിടേക്ക് പോയി. അവൻ അവിടേക്ക് പോയി, ചാർലി അവിടേക്ക് പോയി. അമ്മയും മാനേജറും തമ്മിൽ എന്തിനായിരിക്കും തർക്കം നടന്നിട്ടുണ്ടാവുക? അതെ, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്റ്റേജിൽ ഷോ നടക്കേണ്ടത് സ്റ്റേജ് മാനേജറുടെ ആവശ്യമാണ്. ഷോ നടക്കാതായപ്പോൾ അവർ തമ്മിൽ തർക്കം ഉണ്ടായി. പക്ഷെ മാനേജർ തന്നെ അതിനൊരു ഉപായവും പറഞ്ഞു. മാനേജറിനെ ചാർലി കോ മാം കെ കുച്ച് ദോസ്തോ കെ സാമനെ അഭിനയ കർത്തെ ദേഖാ ഥാ. ഈ മാനേജർ നമ്മുടെ ചാർലിയെ അവന്റെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അഭിനയ കർത്തെ ദേഖാ ഥാ ഔർ വഹ് ഉസേ സ്റ്റേജ് പർ ഭേജനെ കി ജിദ് കർനെ ലഗ. അയാള് അവനെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധം പിടിച്ചു. ആരെയാണ്? ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ മാനേജർ ജിദ് കർനെ ലഗ, സിദ് കർനെ ലഗ, നിർബന്ധം പിടിച്ചു. എന്തിനാണ്? എന്തുകൊണ്ടാണ്? അതെ, ചാർലി മാം കെ കുച്ച് ദോസ്തോ കെ സാമനെ അഭിനയ കർക്കെ മാനേജർ ദേഖാ ഹെ.
അതുകൊണ്ട് മാനേജറിന് കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പുണ്ട് ചാർലി സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ പെർഫോം ചെയ്യും, ചാർലിക്ക് ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിയും. അതുകൊണ്ട് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ അമ്മയോട് മാനേജർ നിർബന്ധം പിടിച്ചു. മാം ഡർ ഗയി, പക്ഷെ അമ്മ ഭയന്നുപോയി. കാര്യം എന്താണ്? 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. അവരുടെ പ്രശ്നം എന്താണ്? 5 വയസ്സുള്ള കുട്ടി, 5 साल का बेटा ചാർലി, അവന് ഈ ഉഗ്ര ഭീഡ്ക്കോ, ഈ ഭയങ്കരമായ ജനക്കൂട്ടത്തെ ഛേൽ പായേക, താങ്ങാൻ കഴിയുമോ, നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ഭയം അമ്മയ്ക്കുണ്ട്. അക്രമാസക്തരായി നിൽക്കുന്ന ഈ ഒരു വലിയ ജനക്കൂട്ടത്തെ നേരിടാൻ അവന് കഴിയുമോ എന്ന് അമ്മയ്ക്ക് ഭയമുണ്ട്. പക്ഷേ बहुत मुबाइस के बाद वह अंततः ചാർലി को സ്റ്റേജ് पर ले गया. വളരെയധികം തർക്കങ്ങൾക്ക് ശേഷം, മുബായിസ് കെ ബാദ്, ചർച്ചകൾക്ക് ശേഷം അവസാനം അമ്മ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. और बचाव के कुछ शब्द कह उसे अकेला छोड़ाया. അവൻ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ബച്ചാവ് കെ കുച്ച് ശബ്ദ്, രക്ഷപ്പെടാനുള്ള കുറച്ച് വാക്കുകൾ, കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്ത ശേഷം ഉസെ അകേല ചോടായ, അവനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ആര് വന്നു? അമ്മ തിരിച്ചു വന്നു. അപ്പൊ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കേണ്ടി വന്നത്? അമ്മ സ്റ്റേജിൽ നിന്നും പിന്മാറി. മാനേജർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടുള്ള തർക്കത്തിലാണ്. മാനേജറുടെ അഭിപ്രായത്തിൽ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കണം, പ്രോഗ്രാം നടക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അവസാനം ഗത്യന്തരമില്ലാതെ അമ്മയ്ക്ക് ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കേണ്ടി വന്നു. അവനെ സ്റ്റേജിലാക്കിയിട്ട് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ജനക്കൂട്ടത്തെ നേരിടാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അമ്മ ബാക്ക് സ്റ്റേജിലേക്ക് വന്നു. ധുയേങ്കെ ഉടുത്തേ ഹുയേ ചല്ലോങ്കെ ബീച്ച് ചാർലി ने मशहूर गीत जैक जोन्स गाना शुरू किया. പുക പൊങ്ങുന്ന പുകപാത്രങ്ങൾക്കിടയിൽ നിന്ന് ചാർലി മഷൂർ ഗീത്, വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് ജാക്ക് ജോൺസ് പാടാൻ ആരംഭിച്ചു. അപ്പോ ചാർലി സ്റ്റേജിൽ ആദ്യം പെർഫോം ചെയ്യുന്നത് ഒരു പാട്ടാണ്. അവൻ പാടിയത് ഏത് പാട്ടാണ്? ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് അവൻ സ്റ്റേജിൽ പാടാൻ തുടങ്ങി. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज में उस गाने की धुन तलाशते रहे. കുറച്ചു നേരം ഓർക്കസ്ട്രക്കാര് അവന്റെ ശബ്ദത്തില് ആ പാട്ടിന്റെ താളം, ധുൻ തലാശത്തെ രഹേ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. കുറച്ചു നേരം ഓർക്കസ്ട്രക്കാർക്ക് പോലും അവന്റെ പാട്ടിന്റെ താളത്തിനൊത്ത് ഓർക്കസ്ട്ര വായിക്കാൻ കഴിഞ്ഞില്ല. ആ ശ്രുതി അവർക്ക് കിട്ടിയില്ല. അവർ വഹ് ജയ്സേ ഹി മിലി, ആ താളം കിട്ടിയപ്പോ ഗാന സജനെ ലഗെ, അവർ പാട്ടിന് അകമ്പടിയേക്ക്, പാട്ടിന് BGM കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു. അങ്ങനെ പാട്ട് വളരെ മനോഹരമായി മാറി. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ, പാട്ട് പകുതി ആയതേ ഉള്ളൂ. സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. സ്റ്റേജിലേക്ക് പൈസകൾ വർഷിക്കാൻ തുടങ്ങി. ഏത് പാട്ടാണ് ചാർലി പാടുന്നത്? അതെ, ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ചാർലി പാടുന്നത്. ആ പാട്ട് പാടി തീർന്നില്ല, പകുതി ആയപ്പോഴേക്കും സ്റ്റേജിലേക്ക് പൈസോങ്കി ബോച്ചാർ ശുരു ഹോ ഗയി, പൈസകൾ വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക്ക് ദിയ, ചാർലി പാട്ട് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് പ്രഖ്യാപിച്ചു കി, എന്തെന്നാൽ പഹലെ മേ പൈസേ ബഢോരൂങ്ക, ആദ്യം ഞാൻ ഈ പൈസ കളക്ട് ചെയ്യട്ടെ, ഉസ്കെ ബാദ് ഹി ഗാവുങ്ക, അതിനുശേഷം മാത്രമേ ഞാൻ പാടൂ. ചാർലി വളരെ കുട്ടിയാണ്, 5 വയസ്സുള്ള കുട്ടിയാണ്. സ്റ്റേജിലേക്ക് പൈസകൾ വീണപ്പോൾ അവൻ പ്രഖ്യാപിച്ചു, ഞാനിനി പൈസ എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ പാടൂ. ഈസ് ബാത്തിനെ ഹാൾക്കോ ഹസീ ഘർ മേം തബ്ദീൽ കർ ദിയ. അവൻ ഈ ഒരു ഡയലോഗ് ആ ഹാളിനെ ഒരു ചിരിവീടാക്കി മാറ്റി, ചിരി മുഴങ്ങുന്ന ഒരു സ്ഥലമാക്കി മാറ്റി. കാരണം അവൻ അത്രയും നിഷ്കളങ്കമായിട്ട്, 5 വയസ്സുള്ള ഒരു കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നു, ഞാനിനി പൈസ ശേഖരിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, പാടൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, തബ് അപ്പോഴാരും വന്നു, മാനേജർ ഏക്ക് റൂമാൾ ലേക്കർ ആയ അവർ പൈസ ബഠോറിനെ ലഗ. അപ്പോഴേക്കും മാനേജർ എന്ത് ചെയ്തു, ഒരു റൂമാൾ, കർച്ചീഫുമായിട്ട്, ഒരു ലേസുമായിട്ട് വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, പൈസ ശേഖരിക്കാൻ തുടങ്ങി. പൈസ ബഠോറിനെ ലഗ. ചാർലിക്കോ ലഗാക്കി മാനേജർ ഖുദ് പൈസ രഖ് ലേനാ ചാഹത്തെ. ചാർലിക്ക് എന്താണ് തോന്നിയത്? മാനേജർ ഈ പൈസ എല്ലാം ഖുദ് ലേനാ ചാഹത്തെ, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന്. മാനേജർ ഈ പൈസ എല്ലാം സ്വന്തമാക്കാൻ നോക്കുകയാണെന്ന് ചാർലിക്ക് തോന്നി. उसने यह बात
उसने एक बात शिकायती लहजे में दर्शकों से कह दी. ചാർലി ഈ കാര്യം പരാതി പറയുന്ന രീതിയിൽ ശിക്കായത്തി ലഹജേമേം എന്ത് ചെയ്തു, ദർശകോസെ കഹതി, കാഴ്ചക്കാരോട് പറഞ്ഞു. മാനേജർ സ്വന്തമായിട്ട് പൈസ കൈക്കലാക്കാൻ പോവുകയാണെന്ന് ചാർലി കാഴ്ചക്കാരോട് പരാതി പറഞ്ഞു. ഹസി തബ് ഓർ ബെഡുകൈ, അപ്പൊ ചിരി ഒന്നുകൂടെ കൂടി. ജബ് റുമാൽ കി പോട്ടലിമേം പൈസേ ബാന്ധ, എപ്പോഴാണോ ആ കർച്ചീഫിൽ പൈസയും പൊതിഞ്ഞുകൊണ്ട്, പോട്ടലി പൊതി, പൈസേ ബാന്ധ പൈസ കെട്ടിക്കൊണ്ട് ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്തെ, ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജർ കെ പീछे, മാനേജറിന്റെ പിറകെ ചാർലി വ്യാകുലദാസെ ലഗുകൈ, ചാർലി വളരെ ടെൻഷനോടെ വ്യാകുലതയോടെ അദ്ദേഹത്തിന്റെ പിറകെ പോയപ്പോ, മാനേജറുടെ പിറകെ പോയപ്പോ ഹാളില് ചിരി ഒന്നുകൂടെ വർദ്ധിച്ചു. മനസ്സിലായോ? അപ്പോ മാനേജർ സ്റ്റേജിലേക്ക് വരികയും സ്റ്റേജിൽ കിടന്ന പൈസ എല്ലാം അദ്ദേഹം ഒരു കർച്ചീഫിൽ കെട്ടിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ സ്റ്റേജിന്റെ പിറകിലേക്ക് പോയി. അപ്പോ ചാർലി കാഴ്ചക്കാരോട് പറഞ്ഞു, മാനേജർ പൈസ എല്ലാം സ്വന്തമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിറകെ പോയപ്പോ അവിടെ ചിരി ഒന്നുകൂടെ എന്ത് ചെയ്തു, വർദ്ധിച്ചു. ജബ് തക് മാനേജറിനെ വഹ് പോട്ടലി മാം കെ ഹവാലെ നഹീ കി, മാനേജർ ആ പൊതി അമ്മയെ ഏൽപ്പിക്കുന്നവരെ മാം കെ ഹവാലെ നഹീ കി, എപ്പോൾ വരെ ഏൽപ്പിച്ചില്ലയോ വഹ് നഹീ ലൗട്ട, അവൻ മടങ്ങി വന്നില്ല. അതായത് അമ്മയുടെ കയ്യിൽ ആ പൈസയുടെ പൊതി മാനേജർ കൊടുക്കും വരെ അവൻ മടങ്ങി വന്നില്ല. അതിനുശേഷം വന്നു. ചാർലിനെ ജനതാമെ ഗുദ്ഗുദി ഭൈലാദി ഥി, ചാർലി കാഴ്ചക്കാരിലെ ആനന്ദം നിറച്ചു. ഗുദ്ഗുദി ഭൈലാദി, ആഹ്ലാദം നിറച്ചു. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോ സെ ബാത്ചീത് കി, അതിനുശേഷം അവൻ കാഴ്ചക്കാരോട് സംസാരിച്ചു. കാരണം ഇത്രയും നേരം ബോറടിച്ചിരുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പാട്ട് കേട്ട് കൂകി വിളിച്ചിരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് ചാർലി സന്തോഷിപ്പിച്ചത്. അവന്റെ പാട്ടുകളിലൂടെയും അവന്റെ നിഷ്കളങ്കമായ കളികളിലൂടെയും ചാർലി അവരെ സന്തോഷിപ്പിച്ചു. പക്ഷെ അവന്റെ ചെറിയ മനസ്സിലൊരു ചിന്ത രൂപപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ വേദന അത് നമുക്കൊരു വേദനയായിരിക്കാം, പക്ഷെ അത് പുറത്തു നിൽക്കുന്നവർക്ക് ഒരു സന്തോഷവും ആനന്ദവും പകർന്നു നൽകുന്നതാണെന്ന് ചാർലി ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. തന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങളെയും വേദനകളെയും അദ്ദേഹം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴെല്ലാം കാഴ്ചക്കാരെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. അതായത് ദാരിദ്ര്യം എനിക്ക് വേദനയായിരുന്നെങ്കിലും അത് മറ്റുള്ളവർക്ക് ഒരു ആനന്ദമാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിലും പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോ സെ ബാത്ചീത് കി, നൃത്യ കി, അതിനുശേഷം അവൻ കാഴ്ചക്കാരോട് സംസാരിച്ചു, നൃത്തം ചെയ്തു. അപ്പനി മാം സഹിത് കൈ ഗായകോങ്കി നക്കലുദാരി, അമ്മ ഉൾപ്പെടെ ഒരുപാട് ഗായകരെ അവൻ എന്ത് ചെയ്തു, നക്കലുദാരി, നക്കലുദാരി എന്ന് വെച്ചാൽ അനുകരിക്കുക. മനസ്സിലായോ? അമ്മ ഉൾപ്പെടെ ഒരുപാട് ഗായകരെ അവൻ സ്റ്റേജിൽ എന്ത് ചെയ്തു, അനുകരിച്ചു. മാസൂമിയത് മേ, നിഷ്കളങ്കമായിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ, थोड़ी देर पहले फड़ी माम की आवाज और उसके फुसफुसाने की भी नकल उतार दी. നിഷ്കളങ്കതയോടെ അവൻ എന്ത് ചെയ്തു, കുറച്ച് സമയം മുമ്പ് ഇടറിയ അമ്മയുടെ ശബ്ദവും അതിന്റെ ഫുസ്ഫുസാഹട്ട്, അതിന്റെ പിറുപിറുക്കലും സ്റ്റേജിൽ അനുകരിച്ചു. ലോകോമേ ടഹാക്കൊങ്കി ഹിസേദാരി ഹുയി, ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? ആളുകൾ ഇതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ടഹാക്ക മാർന പൊട്ടിച്ചിരിക്കുക. ടഹാക്കൊങ്കി ഹിസേദാരി ഹുയി, ആളുകള് അതിൽ പങ്കെടുത്തത്, അതിനെ അഭിനന്ദിച്ചത് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്. ചാർലിയുടെ പെർഫോമൻസിന് തിരിച്ച് ആളുകള് പൊട്ടിച്ചിരിയാണ് നൽകിയത്. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബരസെ, അത് മാത്രമല്ല സ്റ്റേജിൽ ജംകർ പൈസേ ബരസെ, ധാരാളം പൈസ എവിടെ വീണു, സ്റ്റേജിൽ. അന്തുമേ മാം ജബ് ഉസേ ലേനയായി, അവസാനം അമ്മ അവനെ എടുക്കാൻ വന്നപ്പോ ദർശകോനെ ദേർത്ത് ഖടേ ഹോക്കർ താലിയാ ബജായി, കാഴ്ചക്കാർ ഒരുപാട് നേരം എണീറ്റ് നിന്ന് കൈയടിച്ചു. അമ്മ ചാർലിയെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോ കാഴ്ചക്കാർ ഒത്തിരി നേരം എണീറ്റ് നിന്ന് കൈയടിച്ചു. കൈ ലോകോരെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ഛോട്ടെ ബച്ചേ കി താരിഫ് കി, ധാരാളം ആളുകൾ അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് അവരുടെ ചെറിയ കുട്ടിയെ താരിഫ് കി, അഭിനന്ദിച്ചു. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയ, ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായി വന്നു. മാം ആഖിരി ബാർ, അമ്മ അവസാനമായും വന്നു. അന്ന് ആദ്യമായിട്ടാണ് ചാർലി സ്റ്റേജിലേക്ക് വരുന്നത്. ആർക്ക് പകരം? അമ്മയ്ക്ക് പകരം. അമ്മ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ അമ്മയുടെ ശബ്ദം ഇടറി
അതിനു പകരം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വന്നത് അവരുടെ 5 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്, ചാർലിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ചാർലിയുടെ സ്റ്റേജ് പെർഫോമൻസ് നടന്നു, അല്ലെങ്കിൽ ചാർലി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി, അമ്മ അവസാനമായിട്ട്. അമ്മയ്ക്ക് അതിനുശേഷം പാടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുകയാണ്. ചാർലിയുടെ ജീവിതത്തിലും അച്ഛനുമായിട്ട് ഡൈവോഴ്സ് ആവുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ചാർലി ഉൾപ്പെടെ വേറെ പണികൾക്ക് അയച്ച് അവർക്ക് പൈസ സമ്പാദിക്കേണ്ടതായിട്ട് വന്നു. അവസാനം അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു, ഈ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഇങ്ങനെ ധാരാളം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പകാലമാണ് ചാർലിക്കുള്ളത്. മനസ്സിലായല്ലോ? അതിൽ നിന്നാണ് പടിപടിയായിട്ട് ആ ദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം ജീവിതത്തില് ഉയർച്ചകൾ നേടിയെടുത്തത്. അപ്പോൾ ചാർലിയുടെ ജീവിതം അതുകൊണ്ട് നമുക്കൊരു പ്രേരണയാണ്, ഇൻസ്പിറേഷൻ ആണെന്ന് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ബയോഗ്രഫി വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടെ കാണുമല്ലോ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ദുനിയാ കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പെഹലാ ഷോ ഥാ. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു, ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ. ആ വലിയ കലാകാരൻ അവിടെ ജനിക്കുകയായിരുന്നു. ഏതാണ് ആ വലിയ കലാകാരൻ? ചാർലി ചാപ്ലിൻ എന്ന് ഇന്നും ലോകം അറിയപ്പെടുന്ന, ഇന്നും ലോകത്ത് ആരാധകരുള്ള ആ ഒരു വലിയ കലാകാരൻ ലോകത്തിൽ ഉദയം ചെയ്തത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ സ്റ്റേജിൽ ആർക്ക് പകരമാണ് ചാർലി വന്നത്? അമ്മയ്ക്ക് പകരം ഈ സ്റ്റേജിൽ ആര് കയറി വന്നു? ചാർലി കയറി വന്നു. പിന്നെ അവന് സ്റ്റേജ് വിട്ട് പോകേണ്ടി വന്നിട്ടില്ല. അവൻ സ്റ്റേജുകളിലൂടെ വളർന്നുകൊണ്ടേയിരുന്നു. വലിയൊരു കലാകാരനായി, സിനിമാ സംവിധായകനായി, അഭിനേതാവായി, സിനിമാ നിർമ്മാതാവായി ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ജീവിതത്തിൽ എത്ര കഠിന യാതനകൾ സഹിച്ചാലും ജീവിതത്തിന്റെ ഉയർച്ചകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് ലക്ഷ്യബോധമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആ ലക്ഷ്യബോധവും കഠിന പ്രയത്നവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വലിയ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ചാർലി ചാപ്ലിന്റെ ജീവിതം. ഓക്കെ, ശരി കൂട്ടുകാരെ, നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു കലാകാരൻ ഉദയം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തികച്ചും യാദൃച്ഛികമായിട്ടാണെങ്കിലും നമ്മുടെ ചാർലി ചാപ്ലിന് സ്റ്റേജിലേക്ക് വരാനും പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് വളർന്നു വന്നു. ആ ഒരു ജീവിത പാത എങ്ങനെയാണെന്ന് ഏറ്റവും കുറച്ച് സമയം കൊണ്ട്, അതായത് ഒരു ഷോർട്ട് ബയോഗ്രഫി വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, അത് നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ പാഠഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ എഴുതുക, നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ ആദ്യമേ പറഞ്ഞു. അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു പാഠഭാഗമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം, ബൈ ബൈ. ഓക്കെ.